എപ്പോഴും ആളുകൾ ക്വാളിറ്റിയുള്ള സാധനം അല്ലെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും ഗുണമേന്മയുള്ള സാധനം ഏതാണ് എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ വ്യാപാരികൾക്കും നല്ലൊരു ചലഞ്ചാണ്. ലൂക്കോസ് തിരുമേനി ഒരു വലിയ തട്ടിപ്പിനിരയായി എന്ന് 15 ലക്ഷം രൂപ നെറ്റ്വർക്കിങ്ങിലൂടെ ഏത് ചെറിയ ബിസിനസ്സുകാരനും ഒരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ചെറിയ ബിസിനസ്സുകാരനും ഇന്ത്യ ഒട്ടുക്ക് അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമസ്കാരം, സ്മാർട്ട് ജെൻ മീഡിയ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നവയുഗ മാധ്യമങ്ങളും ബിസിനസ്സും എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് പ്രതികരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോണി കുര്യാക്കോസ് ആണ്. അദ്ദേഹം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ് അങ്കമാലിയിലെ. അപ്പോൾ ഈ ഒരു നവയുഗ മാധ്യമങ്ങൾ എത്തുമ്പോൾ ബിസിനസ്സിനെ അത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പേര് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ബിസിനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിന് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. സാറിൻ്റെ ഒരു അനുഭവത്തിൽ മെറിറ്റ്സ് ആണോ ഡീമെറിറ്റ്സ് ആണോ കൂടുതൽ? സ്മാർട്ട് ജെൻ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ബിസിനസ്സും നവയുഗ മാധ്യമങ്ങളും അതിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് നമ്മളിപ്പോൾ AI യുഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നവയുഗ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം ട്വിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അങ്ങനെ ഇന്ന് ഈ മാധ്യമങ്ങളെല്ലാം സാധാരണ ജനങ്ങളെ അടക്കം ഒരുപാട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ അങ്കമാലിയിൽ ഞങ്ങൾ റീറ്റെയിൽ വ്യാപാരികൾക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് ഈ മീഡിയ ഇങ്ങനെ വന്നതുകൊണ്ട്. പക്ഷേ ഞങ്ങളും ഈ നവയുഗ മാധ്യമങ്ങളുമായിട്ട് യോജിച്ച് അവരുമായിട്ട് ഒരു ടൈപ്പിൽ പോകാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ ചെറിയ തോതിലുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ട്രഡീഷണലായിട്ടിരിക്കുന്ന ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഒരു മർച്ചൻ്റ് അസോസിയേഷൻ, ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവരെയൊക്കെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ചിതറി കിടക്കുന്ന ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഞങ്ങളൊരു വലിയൊരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഞങ്ങളുടെ തന്നെ റീറ്റെയിലേഴ്സിനൊക്കെ അവിടെ ഒരു അവസരം കൊടുക്കുക, അവരെല്ലാവരെയും ഒരുമിച്ച് കാണാവുന്ന രീതിയിൽ, അവിടെ നിന്ന് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാവുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ നല്ല ആശയങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഈ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരണം ഞങ്ങളുടെ കച്ചവടക്കാരെ. അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ബോധവൽക്കരണം നന്നായിട്ട് നടത്തണം. പുതിയ യുവതലമുറ അതിന് കുറേ കൂടി തയ്യാറാണ്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ബോധവൽക്കരിച്ച് നമ്മൾ ഈ മീഡിയയായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ഇൻ്റർലിങ്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ഒരു ആശയം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലം നമ്മൾ ഈ നവമാധ്യമങ്ങളെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, ഒരുപാട് മാർക്കറ്റ് അനാലിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി ഇന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ പറ്റി, അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് നമുക്ക് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് നമുക്ക് നോക്കിയാൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമുക്കറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എപ്പോഴും ആളുകൾ ക്വാളിറ്റിയുള്ള സാധനം അല്ലെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും ഗുണമേന്മയുള്ള സാധനം ഏതാണ് എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ വ്യാപാരികൾക്കും നല്ലൊരു ചലഞ്ചാണ്. നമ്മൾ പഴയ കാലത്തെ പോലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കടയിൽ വെച്ച് വിൽക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആളുകളെ കൂടുതൽ ട്രെയിനിങ് കൊടുത്ത്, ബോധവൽക്കരണം കൊടുത്ത്, നവമാധ്യമങ്ങളുമായിട്ട് യോജിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ, ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് എളുപ്പമാണ്, വിരൽ തുമ്പിലാണ് കാര്യങ്ങൾ. പക്ഷേ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഒരു കാര്യമാണ്, അതുപോലെ തന്നെ വാറൻറ്റി പീരീഡ് അതൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ അതിന് നമ്മൾ ആരെ സമീപിക്കണം, എങ്ങനെ സമീപിക്കണം, അത് ചിലപ്പോൾ ആളുകൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക? അല്ല, ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ തട്ടിപ്പുകളുണ്ട്. പക്ഷേ തട്ടിപ്പുകളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ, നല്ല ഗുഡ് വില്ലോട് കൂടി നല്ല ഗ്യാരണ്ടിയുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാ വിഭാഗത്തിലും കള്ളനാണയങ്ങളുണ്ട്. കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും അവരെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ആളുകളെ മനസ്സിലാക്കി ഓൺലൈൻ ബിസിനസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്.
കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പ്രോഡക്റ്റ്, ഇവരുടെ ഗുഡ് വില്ല്, കമ്പനിയുടെ കാര്യങ്ങൾ പഠിക്കാതെ നമ്മൾ ഓർഡർ കൊടുക്കുക, അങ്ങനെയൊക്കെ അപൂർവമായിട്ട് കളിപ്പിക്കലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വന്നാലും ഇന്നത്തെ കാലത്ത് സർക്കാരിന് ഇതിനൊക്കെ മെഷീനറി ഉണ്ട്. അതുപോലെ നമുക്ക് പരാതി നൽകാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വൈകിക്കാതെ, നമുക്ക് തട്ടിപ്പ് പറ്റിയാൽ ഉടനെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും അത് എത്തിക്കേണ്ട അധികാരികളിലേക്ക് എത്തിക്കുകയും ഇന്നത്തെ കാലത്ത് അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ വൈകും തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിലും കള്ളനാണയങ്ങളുണ്ട്. കള്ളനാണയങ്ങളെ പയ്യെ അവോയ്ഡ് ചെയ്യും സർക്കാരും മീഡിയാസും എല്ലാവരും ചേർന്ന് അവരെയൊക്കെ മാറ്റിക്കളയുന്ന നല്ലൊരു കാലഘട്ടത്തിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം നിരവധി പരാതികൾ ഇതുപോലെ വരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും പരാതി, അതിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്കിപ്പോൾ ഈ പ്രോഡക്ട്സിനെ പറ്റിയുള്ള പരാതികൾ അങ്ങനെ കച്ചവടക്കാരിലേക്ക് അധികം വന്നിട്ടില്ല. പക്ഷേ മറ്റുള്ള തട്ടിപ്പുകൾ, ഇപ്പോൾ ഞാൻ പറയുന്ന നിങ്ങളുടെ ഫോൺ 2 ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസങ്ങൾ ക്യാൻസൽ ചെയ്യും, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരിക. അപ്പോൾ ഈ ആള് സമൂഹത്തിലെ ഇപ്പോഴത്തെ പാനിക്കായിട്ട് അയാൾ കുറേ ഇൻഫർമേഷൻസ് കൊടുക്കും, അതവർ ചൂഷണം ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഗീവർഗീസ് ലൂക്കോസ് തിരുമേനി ഒരു വലിയ തട്ടിപ്പിന് ഇരയായി എന്ന് നമ്മൾ 15 ലക്ഷം രൂപയോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഓൺലൈനിൽ സൈബർ അറസ്റ്റിലാണെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം പാനിക്കായി, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായ പൈസയും കൊടുത്തു, വേറൊരു പൈസ വരുത്തി അദ്ദേഹം കൊടുത്തു. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇപ്പം നമ്മുടെ വർഗീസ് കോയിക്കറിനെ പോലുള്ള അഡ്വക്കേറ്റ്സിനെയൊക്കെ പോയി കണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ പാനിക് ആവുന്നതാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒന്നും പെട്ടെന്ന് ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് വെച്ച് തോക്കിന് മുന്നിൽ നിർത്തി ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓൺലൈനിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് എന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെയും നമ്മുടെ ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലതരം തട്ടിപ്പുകളിൽ വ്യാപാരികളും പെടുന്നുണ്ട്. അപ്പോൾ വ്യാപാരികളെയും ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് സെമിനാറുകൾ വയ്ക്കും, ഞങ്ങൾ മീറ്റിങ്ങുകൾ വയ്ക്കും, അതുപോലെ ഇങ്ങനെ എക്സ്പേർട്സിനെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ക്ലാസ് എടുപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ തിരുമേനിക്കൊരു ചെറിയ പറ്റിയെങ്കിലും അതൊന്ന് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു സൈബർ അറസ്റ്റ് അതിനൊക്കെ അത് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ജനം മുഴുവൻ അതിനെപ്പറ്റി അവെയറായി. അപ്പോൾ ചില തിന്മകൾ നല്ലതായിട്ടും വരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മർച്ചൻ്റ് അസോസിയേഷൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യം. ചെയ്തു തുടങ്ങുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വെല്ലുവിളി ഇത് തന്നെയാണ്. ഇപ്പം പരമ്പരാഗതമായിട്ട് ഇരിക്കുന്ന ബിസിനസ്സുകാരെ വീണ്ടും ഈ ഡിജിറ്റൽ യുഗത്തിലേക്കും ഡിജിറ്റൽ ബിസിനസ്സിലേക്കും ഓൺലൈൻ ബിസിനസ്സിലേക്കും ഒക്കെ കൊണ്ടുവരണം. അതിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പറിച്ചു നടൽ നടക്കില്ല. അവരെ പയ്യെ ബോധവൽക്കരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ യുവതലമുറയെ കൂടുതൽ പഠിപ്പിച്ചെടുത്ത് നമുക്ക് ഈ ഇങ്ങനെ നവയുഗ മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി കൂടുതൽ ബിസിനസ്, അതായത് നെറ്റ്വർക്കിംഗ് ആണ് ഇപ്പോൾ ബിസിനസ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ GST വന്നതിന് ശേഷം ഇന്ത്യയിൽ കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പഞ്ചാബിലുള്ള ഒരാൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്ലൈവുഡ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ബോംബെയിൽ നിന്ന് എന്നെ നേരിട്ട് വിളിക്കുകയാണ് ഒരാൾ, എനിക്ക് ഇവിടുന്ന് സാധനം കയറ്റി വിടാൻ പറ്റും, അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലൈവുഡ് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളുള്ളപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിന് ഭയങ്കര ഒരു നല്ലൊരു കാലമാണ് തന്നെ. അപ്പോൾ നെറ്റ്വർക്കിങ്ങിലൂടെ ഏത് ചെറിയ ബിസിനസ്സുകാരനും ഒരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ചെറിയ ബിസിനസ്സുകാരനും ഇന്ത്യ ഒട്ടുക്ക് അവൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതിനെപ്പറ്റിയൊക്കെ ചെറിയ റീറ്റെയിൽ വ്യാപാരികളെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അസോസിയേഷൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്മാർട്ട് ജെൻ മീഡിയ ട്രഷർ ഹണ്ട് കോൺടെസ്റ്റിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാം. മീഡിയയുടെ വരിക്കാരാകുന്നവർക്കും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനാകുന്നത്. ഓരോ മാസവും പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453.